ഒരു നോർത്ത് ഇന്ത്യൻ പോർട്ടലിൽ എവിടെയോ ഒരു ഹിന്ദി പോർട്ടലിലാണ് ആദ്യം ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നുള്ള ഒരു സങ്കല്പം വരുന്നത്. അത് കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താണ് ഒരു ആശയ സംക്ഷിപ്തം. യഥാർത്ഥത്തിൽ അതിനെ ഇവിടെ സംഘപരിവാർ ചേർത്ത് വെച്ചത് വി എസ് അച്യുതാനന്ദൻ്റെ പരാമർശവുമായിട്ടാണ്. ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ മരണശേഷം ആ വിഷയം വല്ലാതെ ചർച്ചയായല്ലോ. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ലഘുലേഖയോ അവരുടെ ക്ലാസ് എടുക്കുന്ന സംവിധാനമോ എന്തൊക്കെയോ കണ്ടെത്തിയപ്പോൾ പോലീസ് വിശദീകരിച്ച കാര്യം വി എസ് അച്യുതാനന്ദൻ അന്ന് പറഞ്ഞതാണ്. അന്ന് എന്താണ് പോപ്പുലർ ഫ്രണ്ട് അല്ലല്ലോ അവിടുത്തെ എൻ ഡി എഫിന് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്ന് തന്നെയാണ് കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്നത്. അങ്ങനെയാണ് കണ്ടെത്തിയത് എന്ന്. അവിടെ നിന്നാണ് ലവ് ജിഹാദ് എന്നുള്ളൊരു പേര് അതിനുശേഷം അവിടെയും പറഞ്ഞിട്ടില്ല ഈ നോർത്ത് ഇന്ത്യൻ പോർട്ടലിൽ വരുന്നത്. പിന്നെ കേരളകൗമുദിയിലാണ് ഒരു ആർട്ടിക്കിൾ അതേക്കുറിച്ച് വരുന്നത്. അതൊരു ലേഖകൻ്റെ പേര് എനിക്കറിയാം, പക്ഷേ ഞാനിതിപ്പോൾ പറയുന്നില്ല. എന്തായാലും കേരളകൗമുദിയിൽ അങ്ങനെ കേരളകൗമുദിയിൽ ഒരു ആർട്ടിക്കിൾ വരുന്നു ലവ് ജിഹാദിനെ കുറിച്ച്. പിന്നീട് ലവ് ജിഹാദ് എന്നുള്ളത് ഇങ്ങനെ പിന്നെ ഇടുക്കി ബിഷപ്പ് ആനിക്കുഴിക്കാട്ടിൽ പിതാവാണ് പിന്നീട് ലവ് ജിഹാദ് പറയുന്നത്. അത് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് മുസ്ലിം പയ്യന്മാർ ഇങ്ങനെ ലവ് ജിഹാദ് നടത്തുന്നു, ഇവിടെയുള്ള ഈഴവ പയ്യന്മാരായ ഓട്ടോ ഡ്രൈവർമാരും ക്രിസ്ത്യാനി പെൺപിള്ളേരെ അടിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് അന്ന്. അത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ആ പരാമർശം ഉണ്ടാവുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ആ പ്രശ്നം അതിലെ ഈ ഈഴവ ലഗ് അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കും. കാരണം അവിടെ വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് പോയി ഒരു ചർച്ചയൊക്കെ നടത്തി ആ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ ലവ് ജിഹാദ് അവിടുന്ന് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ലവ് ജിഹാദിൽ നിന്ന് എവിടെയെല്ലാം പോയി ഒന്ന് ആലോചിച്ച് നോക്കും. ഇത് എവിടെയെല്ലാം പോയി ലവ് ജിഹാദ് പിന്നീട് ഡ്രഗ് ജിഹാദാകുന്നു, ഫുഡ് ജിഹാദാകുന്നു. അങ്ങനെ ജിഹാദ് എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ മാറി. അത് കഴിഞ്ഞിട്ട് അത് സിനിമയാവുന്നു. ആ സിനിമ എന്താണ് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് കേരളം ഒഴികെയുള്ള സ്ഥലത്ത്. അതായത് അത് സിനിമ പോലും ഇന്ത്യക്ക് വേണ്ടിയായിരുന്നില്ല, കേരളത്തിന് വേണ്ടിയായിരുന്നില്ല. അതൊരു ദേശീയ പദ്ധതി തന്നെയായിരുന്നു, ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയായിരുന്നു. ഈ ലവ് ജിഹാദ് എന്ന പ്രയോഗം ആ നിലയ്ക്കുള്ളൊരു പദ്ധതിയായിരുന്നു. ആ പദ്ധതി വളരെ കൃത്യമായി അത് ആഗ്രഹിച്ചവർ നടപ്പാക്കി അതിൻ്റെ വിളവ് കൊയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിന് ഒരു അവാർഡൊക്കെ കൊടുക്കണം അവർ. എത്രയോ കാലമായി നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച ചലച്ചിത്ര കലാപ്രവർത്തകരാണ് ഉർവശിയും വിജയരാഘവനും. കഥാപാത്ര ദേഹങ്ങളിലേക്ക് സ്വയം ഉരുകി വീണ് അനന്യമായ പ്രകടനം കൊണ്ട് അത്ഭുതം കാട്ടുന്ന പ്രതിഭകൾ. അവർ ഇരുവർക്കും മലയാള സിനിമയുടെ പെരുമ ഉയർത്തിയ മറ്റു 3 പുരസ്കാര ജേതാക്കൾക്കും RDXന്റെ അഭിനന്ദനങ്ങൾ. അതേ വേളയിൽ തന്നെ കേരളത്തെ ഇകഴ്ത്താവുന്നതിൻ്റെ പരമാവധി ഇകഴ്ത്താൻ ശ്രമിച്ച അടിമൂട്ടി വ്യാജങ്ങൾ നിറച്ച് നിർമ്മിച്ച വിവാദ വിദ്വേഷ സിനിമ കേരള സ്റ്റോറി 2 ദേശീയ അവാർഡുകൾ നേടി പുരസ്കൃതമായത് നീതിയുക്തമല്ല എന്ന് RDX ഉറപ്പിച്ചു കരുതുന്നു. കഴിഞ്ഞ 10 വർഷമായി ദേശീയ പുരസ്കാരങ്ങൾ പ്രത്യേക രാഷ്ട്രീയ ചുവയുള്ള പ്രമേയ പരിസരങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരം സിനിമകളുടെ വിഭാഗത്തിലേക്കാണ് നീളുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വരും വർഷങ്ങളിൽ അവാർഡുകളുടെ കാര്യത്തിലെങ്കിലും ഇത്തരം രാഷ്ട്രീയ അജണ്ടകൾ വേണ്ടപ്പെട്ടവർ മാറ്റിവെക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.